إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നാം ഓരോരുത്തരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ രംഗത്തും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ റബ്ബ് എവിടെ നിന്നാണ് അള്ളാഹു നമ്മളെ ജീവിപ്പിച്ചത്? ബഅദമാ അമാതന. അള്ളാഹു ഇവിടെ പറഞ്ഞു, മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ചവനാണ്. എന്താ പറഞ്ഞത്? ബഅദമാ അമാതന, മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ചവനായ റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതി. ഈ വാക്ക് പറഞ്ഞുകൊണ്ടല്ലേ നമ്മളെല്ലാവരും എണീക്കുന്നത്? ഹബീബായ പ്രവാചകന്റെ സുന്നത്തിൽ നമുക്ക് കാണാം, രാത്രി ഒരു മനുഷ്യൻ അവന്റെ ശയ്യയിലേക്ക് പുതപ്പ് മൂടി കിടന്നുറങ്ങാൻ ചെന്നാൽ ഓരോ വ്യക്തിയുടെയും പിരടിയിൽ പിശാച് 3 കെട്ടിട്ട് വെക്കുമെന്നാണ്. ഓരോ വ്യക്തിയുടെയും പിരടിയിൽ പിശാച് 3 കെട്ടിട്ട് വെക്കും. അത് അക്ഷരാർത്ഥത്തിലുള്ള കെട്ടുകളല്ല, തപ്പിയ കാണൂല. ആ കെട്ടിന്റെ പ്രത്യേകത മാനസികമായിട്ടുള്ള പൈശാചികമായ ലോക്കുകളാണ്.
ഇത് വഹയാണ്, മാനമിറങ്ങിയ വഹയാണ്. ഈ 3 കെട്ടുകളും പ്രഭാതത്തിൽ നിങ്ങളിൽ നിന്ന് കെട്ടഴിഞ്ഞു പോകണമെങ്കിൽ ഒന്നാമതായി പഠിപ്പിക്കപ്പെട്ട സുന്നത്താണ് നേരത്തെ പറഞ്ഞ ദുആ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അറിയാത്ത ആരുവിടല്ലോ. മരണത്തിന് ശേഷം വീണ്ടും എന്നെ ജീവിപ്പിച്ചവനെ നിനക്കാകുന്നു സ്തുതി എന്നാണ് ആ പ്രാർത്ഥന വിശദീകരിച്ച മുതേവല. ഇത്ര അർത്ഥഗംഭീര്യമുള്ളതുമാണ്. ഇത് ചൊല്ലിയാൽ പിശാചിന്റെ 3 കെട്ടിൽ ഒന്നഴിയുന്നു. ബാക്കി 2 കെട്ടുകൾ അഴിയാനുള്ള ഒരു വഴിയായിട്ട് പറഞ്ഞത് സുബഹി നമസ്കാരത്തിന് വേണ്ടി വൃത്തിയായി വുളൂ ചെയ്യുക. 3ാമത്തെ കെട്ട് അതിനോടനുബന്ധിച്ച് തന്നെ സുബഹി സ്വല നിർവഹിക്കുക എന്നാണ്. ഇതിലേതെങ്കിലും ഒന്നിൽ അപാകത വന്നാൽ അന്നത്തെ ദിവസം പിശാചിന്റേതായ പ്രവണതകൾ വല്ലാതെ അവനെ പ്രയാസപ്പെടുത്തുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രഭാതം തുടങ്ങുന്നത് തന്നെ ശുദ്ധിയുള്ള ഹൃദയത്തോടെ. ഓരോ രാത്രിയിലും നമ്മളങ്ങ് ശയ്യയിലേക്ക് കിടന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണ് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ റഹ്മാനായ റബ്ബ് പിടിച്ചു വെക്കുകയാണെന്നുള്ള ഹദീസുണ്ട്. നമ്മുടെ ആത്മാവിന് ഈ മുനീർ എന്ന് പറയുന്ന ഞാനാരാ? അതെന്റെ ആത്മാവാണ്. ഞാൻ പോയാൽ, എന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയാൽ എന്റെ പേര് പിന്നീട് നിങ്ങൾ വിളിക്കുന്ന പേരല്ല, എന്റെ പേര് കോമൺ നെയ്മാണ്, മയ്യത്ത്. നമ്മളാക്കുന്നത് നമ്മുടെ റൂഹാൻ. ആ റൂഹിനെ റഹ്മാനായ റബ്ബ് പിടിച്ചു വെക്കുന്ന സമയമാണ് രാത്രികാലങ്ങളിൽ. അപ്പം മരണത്തെ ഓർത്തുകൊണ്ടും മരണത്തിന്റെ വല്ലാത്ത ചിന്തകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുമാണ് ഓരോ പ്രഭാതങ്ങളും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുന്നത്. കണ്ണു തുറന്ന ഉടനാണ് ഈ വാക്ക് പറയാൻ പറയുന്നത്. ഇന്നെനിക്ക് അള്ളാഹു തന്നത് പാപങ്ങൾ പുറത്തു തരാനുള്ള ഒരു ബോണസ് ദിവസമാണെന്നുള്ള പ്രഖ്യാപനം. അതായത് ഓരോ വിശ്വാസികളോട് ഞാൻ പറയാണ്, 1 മണിക്കൂർ ഈ ദുനിയാവിൽ ജീവിക്കാൻ കിട്ടിയത് ബോണസാണ്. 1 മിനിറ്റ് കിട്ടിയാൽ അത് ഭാഗ്യമാണ്. കാരണം നമ്മളെക്കാളും ചെറുപ്പമുള്ള ആൾക്കാർ മരിക്കുന്നുണ്ട്. ജനിച്ചു വീണ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നുണ്ട്. ഇന്നലെ ഒരു സഹോദരന്റെ സഹായ അഭ്യർത്ഥന കണ്ടത്, ജനിച്ചു വീണ കുട്ടിക്ക് 3.5 മാസം പ്രായമായ കുട്ടിക്ക് ചികിത്സക്ക് വേണ്ടി വേണ്ടത് 62 കോടി രൂപയാണ്. എന്താ കുട്ടിന്റെ പ്രശ്നം എന്നറിയോ? ശരീരത്തിൽ പ്രധാനപ്പെട്ട ഒരു വാൽവ് പൂർണ്ണമായി റീപ്ലേസ് ചെയ്യണം. ഒറ്റ വാൽവ്. ആ കുട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി എത്രയോ വർഷങ്ങൾ നമ്മൾ ദുനിയാവിൽ ഇതാ ജീവിക്കുന്നു. ഇതൊക്കെ നമുക്ക് നൽകിയ ബോണസാണെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ എന്ന് പറയുന്ന പ്രയോഗം. സയൻസ് പറയുന്നത്, പഠനങ്ങൾ പറയുന്നത്, ഓരോ ദിവസവും പെർ ഡേ, ഓരോ ദിവസവും ലോകത്ത് ഏകദേശം 25,000 മുതൽ 45,000 പേർ ഉറക്കത്തിലായി മാത്രം മരണപ്പെടുന്നുണ്ട് എന്നാണ്. ഒരു ദിവസം മാത്രം. അതൊരു മാസത്തെ കണക്കിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ, പെർ മന്തിലേക്ക് കൊണ്ടുപോയാൽ 7.5 ലക്ഷം മുതൽ 13.5 ലക്ഷം പേർ ലോകത്ത് ഉറക്കത്തിൽ മാത്രം മരണപ്പെടുന്നു. റൂഹിന് അള്ളാഹ് വിട്ടുകൊടുക്കണില്ല. ആ പിടിച്ച റൂഹുണ്ടല്ലോ, വിട്ടുകൊടുക്കണില്ല. എത്രയെത്ര രാത്രികൾ കഴിഞ്ഞുപോയി, എത്രയെത്ര പ്രാവശ്യം റൂഹിനെ തിരിച്ചു തന്നു റഹ്മാനായ റബ്ബ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. എന്താണ് ആ പ്രയോഗം? ആലോചിച്ച് നോക്കൂ. അത് അമർത്തി ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഇനി ഈ പറയപ്പെട്ടതിനെ ഒരു വർഷത്തിലേക്ക് തന്നെ കണക്ക് കൊണ്ടുപോയാൽ പറയുന്നത് 90 ലക്ഷം മുതൽ 1.6 കോടി മനുഷ്യരാണത്രേ ഒരു വർഷത്തിൽ മാത്രമായി ഉറക്കത്തിൽ മരണപ്പെടുന്നത്. നിങ്ങൾ വെറുതെ പരിശോധിച്ചു നോക്കിക്കൂടി. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് 50 കൊല്ലമായി, 60 കൊല്ലമായി, 70 കൊല്ലമായി, താഴെയും മേലെയും ഒക്കെയായി. അൽഹംദുലില്ലാഹ് എന്ന് പറയാത്തോലുണ്ടോ? കഷ്ടക്കാരാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അവന്റെ പ്രഭാതം തുടങ്ങുന്നത് തന്നെ ആ വൃത്തിയുള്ള, ആ നന്ദി സൂചകമായ വാക്ക് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾക്കറിയോ, ഹബീബായ നമ്മുടെ നേതാവിന്റെ മുന്നിൽ വന്ന് ഒരു മനുഷ്യനെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞു. അതൊരു പക്ഷേ ഈ കൂട്ടത്തിലിരിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും ഓരോരുത്തർക്കും ബാധകമായിരിക്കാം. അന്ന് പറഞ്ഞ കംപ്ലൈന്റ് എന്താണെന്നറിയോ? അള്ളാന്റെ റസൂലെ നിസ്കരിക്കാൻ വരാതെ, സുബഹി നിസ്കരിക്കാതെ ഉറങ്ങിയ ഒരാളുണ്ട്. വിശ്വാസിയെ കുറിച്ചാണ് പറഞ്ഞു കൊടുത്തത്. അന്നത്തെ വിശ്വാസിയാരാ? സ്വഹാബിയാണ്. നബിയുടെ കാലത്തുള്ള വിശ്വാസിയാരാ? സ്വഹാബിയാണ്. ആരാ സ്വഹാബികൾ?
ഞാൻ അടിമകളെ ഹൃദയങ്ങളിലേക്കൊന്ന് നോക്കി എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഞാൻ അടിമകളുടെ ഹൃദയങ്ങളിലേക്കൊന്ന് നോക്കി, അപ്പോൾ ഞാൻ കണ്ട ഏറ്റവും വൃത്തിയുള്ള ഹൃദയങ്ങളായി ഞാൻ കണ്ടത് സഹാബത്തിന്റെ ഹൃദയമാണെന്ന് പറഞ്ഞ ആ സഹാബികളിൽപ്പെട്ട ഒരു മെമ്പറെ കുറിച്ച് പറയാണ്, നിസ്കരിക്കാതെ ഉറങ്ങിപ്പോയി. എന്താ കൊടുത്ത മറുപടി അറിയോ? വഹയിന്റെ പ്രവാചകൻ കൊടുത്ത മറുപടി, ആ മനുഷ്യന്റെ ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചിട്ടുണ്ട് എന്നാണ്. പിശാചിന്റെ മൂത്രപ്പുരയാണ് സുബഹി നമസ്കരിക്കാതെ ഉറങ്ങുന്നവന്റെ ചെവി. തോന്നുന്ന സമയത്ത് എണീറ്റ് 2 റക്അത്ത് കുത്തിമറിഞ്ഞ് 1 റക്അത്ത് പോലും നിസ്കരിക്കാത്ത, 1 വക്ത് പോലും നിസ്കരിക്കാത്തവരുണ്ടല്ലോ, അവരിൽ നിന്ന് എത്രയോ ബെറ്ററല്ലേ ഞാനെന്ന് പിശാചിന്റെ ഉത്ബോധനം കൊണ്ട് മനസ്സിന് സംതൃപ്തി അടയുന്നവരെ ആലോചിച്ചു നോക്കൂ. പള്ളിക്ക് കുറവില്ല, പ്രത്യേകിച്ച് പടന്ന ഓരിമുക്കി പ്രദേശത്തൊന്നോ. എന്തിനാ പ്രശ്നമുള്ളൂ? ഈമാന്റെ കുറവുള്ളൂ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ക്ലാസ്സും വിജ്ഞാനവേദിയും ഖുതുബകളും ഒക്കെ നിരന്തരം വെക്കേണ്ടി വരുന്നത്. എന്നിട്ട് നന്നാകുന്നുണ്ട് കുറെ ആൾക്കാര്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. നമുക്ക് പറയുമ്പോഴും ആരെയും കൊച്ചാക്കാന്ന് വിചാരിക്കണ്ട. നമ്മുടെ ഈമാനിന്റെ മൂർച്ച കൂടാൻ വേണ്ടി പറഞ്ഞതാണ്. ഇബ്നു മസ്ഊദ് തങ്ങളാരാ? ഇസ്ലാമിലേക്ക് 5ാമതായി കടന്നു വന്നവനാണ് എന്ന് ഇടയ്ക്കിടെ ഊറ്റം കൊണ്ട് പറഞ്ഞിരുന്ന സഹാബിയാണ്. പ്രായത്തിനൊത്ത് ഉയരമില്ലാത്ത, പ്രായത്തിനൊത്ത് തടിയില്ലാത്ത, പ്രായത്തിനൊത്ത് ശരീരം വളരാത്ത ഇബ്നു മസ്ഊദ് തങ്ങൾ. അറിയോ? ഇബ്നു മസ്ഊദ് തങ്ങൾ നമ്മളെ പള്ളിയിൽ വന്നാലേ നമ്മൾ വിചാരിക്കുന്നത് ചെറിയ കുട്ടിയാണോ? അത്ര സ്കെൽട്ടായ ഉയരമില്ലാത്ത മനുഷ്യൻ. അറാക്കിന്റെ കൊള്ളി പൊട്ടിക്കാൻ മരത്തമ്മ കയറിയപ്പോ, കാറ്റടിച്ചപ്പോ കമീസ് പാറിയപ്പോ, ആ ഇളം ചെറിയ കാലുകൾ, സ്കെൽട്ടായ കാലുകൾ കണ്ടപ്പോ, സഹാബത്ത് അതിന്റെ ക്യൂട്ട്നെസ് കണ്ട് ചിരിച്ചപ്പോ ഹബീബായ പ്രവാചകൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ചിരിക്കണ്ട, ആ 2 കാലുകളും നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് അല്ലാഹു സ്ഥാപിച്ച മീസാനിൽ ഉഹദ് മലയോളം കനമുണ്ടിയാണ്. ഒരു ഉഹദ് മല ഒന്ന് ചുറ്റിക്കറങ്ങി വരണമെങ്കിൽ 20 കിലോമീറ്റർ സഞ്ചരിക്കണം. ഉഹദ് മല ഒറ്റ മലയല്ല, പല മലമടക്കുകളാണ്. കണ്ടോൽക്കറിയാം. മദീന പള്ളിയിൽ നിന്ന് 5 കിലോമീറ്റർ പോയാൽ മതി കാണണമെങ്കിൽ. അവിടെ എന്തേലും പോകുമ്പോൾ നോക്കണം. വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നബിതങ്ങൾ ഉഹദ് മലയോളാണ് അത് സാദൃശ്യപ്പെടുത്തി പറയാം. നരകവാസിയുടെ പല്ലിനെ കുറിച്ച് എന്താ പറഞ്ഞ? നരകത്തേക്ക് പോകുന്ന ആൾ, അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്ത് പോകുന്ന മനുഷ്യന്റെ ഉളിപ്പല്ലിനെ കുറിച്ച് എന്താ പറഞ്ഞത്? മിസ്ലു ജബൽ ഉഹദിൻ. സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് പർവ്വതത്തിന്റെ വലിപ്പമുണ്ട്. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാൻ റസൂലുള്ളാഹി പറയാറുള്ള മല, ആ മലയോളം കരം തൂങ്ങുന്ന ഇബ്നു മസ്ഊദിന്റെ 2 കാലുകൾ. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി കുറച്ചാളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സുബഹി സ്വല കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ ചെന്നപ്പോ, അദ്ദേഹത്തിന്റെ വീടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യണം. അദ്ദേഹത്തിന് ശല്യവും ഉള്ളിൽ ചെന്നാൽ. എത്ര പ്രഗത്ഭനായ സ്വീകാര്യനായ സഹാബിയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ചോദിക്കണം, നിങ്ങളെന്താ പുറത്തേക്കാണ് ഉള്ളിക്ക് വരുന്നത്? എല്ലാവരും ഉള്ളിൽ കയറിയപ്പോ ഇബ്നു മസ്ഊദിനോട് സംസാരിച്ചപ്പോ, എനിക്ക് നിങ്ങൾ കുറച്ചു സമയം ഇടതടവ് തരണം, പ്രഭാതോദയം വരെ നിങ്ങൾ എന്നെ വെറുതെ വിടൂ എന്നാണ്. പ്രഭാതോദയം വരെ നിങ്ങൾ എന്നെ വെറുതെ വിടൂ. എന്നിട്ട് തന്റെ കൊച്ചുമകളോട് അദ്ദേഹം ഇടക്കിടക്ക് ചോദിക്കണം, മോളെ പ്രഭാതം ഉദിക്കാൻ സമയമായോ? എന്തായി? പ്രഭാതമായോ? അതുവരെ അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയമാണ്. ഒരു 10-20 മിനിറ്റ് കൂട്ടിക്കോ. സുബഹി കഴിഞ്ഞിട്ട് സൂര്യോദിക്കാനേ, ആ സമയത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ആ സമയത്ത് പ്രഭാതമായി എന്നുള്ള റിസൾട്ട് ഇബ്നു മസ്ഊദ് തങ്ങളുടെ ചെവിയിലേക്ക് എത്തിയപ്പോ അദ്ദേഹം പറഞ്ഞതെന്താ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് അല്ലദീ അഖാലനാ യൗമനാ ഹാദാ വലം യുഹ്ലിക്നാ ബിദുനൂബിനാ. ഭാവി പറഞ്ഞതാണ് കേട്ടോ. സംഭവിക്കാൻ പോകുന്ന വലിയ ഓഫറുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് വ്യക്തമായി പറയാൻ കഴിയുന്നൊരു സംസാരം. എന്താ പറഞ്ഞത്? നമ്മുടെ പാപങ്ങൾ കാരണം അല്ലാഹുവേ, നീ ഞങ്ങളെ നശിപ്പിക്കാതെ ഈ പ്രഭാതത്തെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ നീ എനിക്ക് അവസരം നൽകിയല്ലോ, അൽഹംദുലില്ലാഹ്. എന്താ പറഞ്ഞത്? മനസ്സിലായിട്ടുണ്ടാവില്ല. പാപങ്ങൾ ചെയ്ത് നശിച്ചു പോകാൻ കഴിയാത്ത വിധം ഈ പ്രഭാതത്തെ എനിക്ക് നീ ഉപയോഗപ്പെടുത്തി തന്ന റബ്ബേ. അതായത് പ്രഭാതത്തെ ഉപയോഗപ്പെടുത്തിയവൻ അന്ന് പാപത്ത് പോകില്ലെന്നാണ് ഈ പറയുന്നത്. പ്രഭാതത്തെ ഉപയോഗപ്പെടുത്തിയവന് ആ കൃത്യമായിട്ടുള്ള പറയപ്പെട്ട പ്രവാചകന്റെ ആ സമയത്തുള്ള കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നന്മകൾ ചെയ്തവൻ അന്നത്തെ ദിവസം അല്ലാഹുവിന്റെ സുരക്ഷാ വലയത്തിലാണ്.
പാപങ്ങളിലേക്ക് അവൻ പോകൂല എന്നാണ്. നിങ്ങൾക്കറിയോ ഇവിടെ കച്ചവടക്കാരിക്കില്ലേ? കച്ചവടക്കാരന്റെ ഓലൊന്നും ഉറങ്ങാൻ പാടില്ല, ഓൽക്കുള്ള ഹുത്തുബയാണെന്ന് പ്രത്യേകിച്ച്. കാരണം ലാഭം ആഗ്രഹിക്കുന്നവരായ നമ്മളൊക്കെ വലിയ വലിയ ലാഭങ്ങൾ കൊയ്യാൻ ആഗ്രഹിക്കുന്നവർ, ബിസിനസ് ചെയ്യുന്നവരില്ലേ, യാത്രകൾ പോകുന്നവരില്ലേ, അവരോടൊക്കെ ഹബീബായ പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നറിയുമോ? നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ അവിടുത്തെ പ്രാർത്ഥന കിട്ടിയ സമയമാണ് എന്ന് പറയാറില്ലേ ഉസ്താദ്? ഒന്ന് ദുആ ചെയ്യണം. നമ്മൾ ഉംറക്ക് പോവല്ലേ, ആ കഅബന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കണം പറയാറില്ലേ? ഹജ്ജിന് പോകുന്നവരോട് ദുആ വസിയത്ത് ചെയ്യാറില്ലേ? എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യന്റെ അധരങ്ങളിൽ നിന്ന് ആ പ്രാർത്ഥന അധരങ്ങൾ കൊണ്ടുള്ള പ്രാർത്ഥന മാത്രമല്ല എന്നും അത് മനസ്സിന്റെ അകങ്ങളിൽ നിന്ന് നിർഗളിക്കുന്നതായിരിക്കുമെന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. ആ നബിതങ്ങൾ മുത്തുനേതാവിന്റെ ദുആയാണ് അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുകൂരിഹാ. നമുക്കൊക്കെ വേണ്ടി അന്ന് പ്രാർത്ഥിച്ചു വെച്ചതാണ്, നമുക്കൊക്കെ വേണ്ടി അന്ന് പ്രാർത്ഥിച്ചു വെച്ചതാണ്. പക്ഷെ ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തില്ല നോക്കാം. എന്താ പ്രാർത്ഥന? അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് നീ പ്രഭാതത്തിൽ അനുഗ്രഹങ്ങൾ കനിയണം, ബർക്കത്ത് ചൊരിയണം. നമ്മുടെ നാവില് അല്ലേ ചില സമയങ്ങളിൽ കിടക്കിടക്ക് വരുന്ന വാക്കല്ലേ ബർക്കത്ത്. ബർക്കത്ത് എന്താ ബർക്കത്ത് പറഞ്ഞാല്? നന്മയിലുള്ള വർധനവ്. 100 രൂപ കിട്ടിയാൽ 1000 രൂപയിലോ ഉപകാരം ഉണ്ടാവുന്ന. മക്കൾ 4-5 വേണ്ട, ഒന്നുണ്ടോ കുറേ മക്കളെ കൊണ്ടുള്ള ഉപകാരം ഉണ്ടാവും. സമയം 1 മണിക്കൂർ മതിയാകും. ചില ആളുകൾക്ക് 24 മണിക്കൂർ കിട്ടിയ തികയാത്തത് 1 മണിക്കൂർ കൊണ്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ബർക്കത്ത് എന്നതിന്റെ പേര്. ആ ബർക്കത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചതപ്പോഴാ അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. അവരുടെ ബുക്കൂറുകളിൽ പ്രഭാതങ്ങളിൽ ബർക്കത്ത് ചെയ്യണം. ഈ ഹദീസ് റിവായത്ത് ചെയ്ത ആരെങ്കിലും? ഈ ഹദീസ് റിവായത്ത് ചെയ്ത സഹാബിയുടെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്നാണ്. ആ സഹാബിയെ കൂടി ഓർത്തോളി. വെള്ളിയാഴ്ച ഓരോ സഹാബികൾ പഠിക്കണം നമുക്ക്. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അൽ വദാ എന്നാണ്. അൽ വദാ എന്നാണ്. ഈ സഹാബിയാണ് ഈ പ്രാർത്ഥന നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഈ സഹാബി പറയുകയാണ്, ഞാനൊരു വ്യാപാരിയായിരുന്നു, വലിയ കച്ചവടക്കാരനായിരുന്നു. അതായത് സിറിയയിലേക്കും ഷാമിലേക്കുമൊക്കെ വലിയ വലിയ കാഫിലകളായി, ഒട്ടക സംഘങ്ങളായി മുന്തിരിയും ബാർലിയും ഈത്തപ്പഴവും അതുപോലെ തന്നെയുള്ള പലതും മദീനയുടെ മണ്ണിൽ നിന്ന് കയറ്റി അയക്കുന്ന കച്ചവടക്കാരനായിരുന്നു ഞാൻ. അന്നത്തെ അറിയപ്പെട്ട ബിസിനസ്മാനാണ് അദ്ദേഹം, അബ്ദുറഹ്മാൻ ഇബ്നു സഖർ. അവരൊക്കെ ഭയങ്കര കാഴ്ചപ്പാടുള്ള മനുഷ്യന്മാരെ 2 ലോകത്തെ കുറിച്ച്. നമ്മളെ കൂട്ടത്തിൽ നല്ല ബിസിനസ്സുകാരുണ്ടോ പരലോകത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടോ അല്ലേ? എന്ന 2 ലോകവും കൃത്യമായി എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിച്ചാലാണ്. അദ്ദേഹം പറയണേ, ഈ നബിതങ്ങളെ പ്രാർത്ഥന കേട്ട് ഞാൻ അത് മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം പറയുകയാണ്, എന്റെ കച്ചവട സംഘങ്ങളെ ഞാൻ പ്രഭാതോദയത്തിന്റെ മുന്നേ മദീന വിട്ട് പറഞ്ഞേക്കുമായിരുന്നു. അവിടെ കച്ചവടക്കാരൊക്കെ എന്ത് ചെയ്യാറ്? 8 മണി വരെ ഉറങ്ങണ്ടാന്ന്. നേരത്തെ പോയി തുറന്നിട്ട് നേരത്തെ അടച്ചോളി. വൈകുന്നേരത്തിന് വലിയ പ്രത്യേകത ഒന്നും. ഇത് ഞാൻ തമാശ പറഞ്ഞതല്ല. ഈ നാട്ടിലെ കച്ചവടക്കാരും ബിസിനസ്സുകാരൊക്കെ ഉണ്ടെങ്കിൽ യാത്ര നിങ്ങൾ എന്ത് ചെയ്തോ? സുബൈ കഴിഞ്ഞ ഉടനെ ഇറങ്ങിക്കോ. ആ യാത്രയിൽ നിനക്ക് 10,000-ങ്ങളും കോടികളും കൊയ്യാം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ ഇടപെടാത്ത രീതിയിൽ നമ്മളെപ്പോഴാ കടറക്കളി? പ്രത്യേകിച്ച് ഒരു മുക്ക് ചെറുപ്പത്തൂരൊക്കെ ചെന്നാലും 10 മണിയാകാതെ ഒരു സാധനം കടറക്കുക. ഒക്കെ മാറണേ നമ്മളീ നാട്. ഒരു ചായ കുടിക്കാൻ പോലും ചെന്ന് ഒരു മുക്ക് ചായ ഇട്ടു. കാരണം ചായക്കടക്കാർക്ക് ഉറങ്ങാണ്. നമുക്ക് ചായ ഇട്ടാത്ത ദേഷ്യം അല്ലട്ടോ, അങ്ങനെ വിചാരിക്കേണ്ട ചില ആൾക്കാർ. സഹോദര, ബർക്കത്തുണ്ടെന്ന്. ആ സമയത്തിന് ബർക്കത്തുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ പറയാണ്, ഞാൻ ആ ഒരു വല്ലാത്ത പ്രവാചകന്റെ ആ സുന്നത്തിനെ നടപ്പിലാക്കിയപ്പോ പിടിച്ചാ കിട്ടാത്ത സമ്പത്തിന്റെ ഉടമയായി ഞാൻ മാറി. എന്താ കാരണം? പ്രാർത്ഥിച്ചത് മുത്ത് നേതാവാണ് കൂട്ടരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നേരത്തെ കട തുറക്കാൻ പഠിക്കുക, നേരത്തെ അടക്കാനും പഠിച്ചു. അതാണ് സുന്നത്ത്. ഇത് നേരെ തിരിച്ചാണ് നമ്മളൊക്കെ പലതും അല്ലേ? ബർക്കത്ത് കിട്ടാൻ പഠിപ്പിക്കപ്പെട്ട വലിയൊരു കാര്യം. ഇത് മാത്രല്ല, നിങ്ങൾക്കറിയോ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഉന്മേഷവും ശ്രദ്ധയും നൽകുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഹോർമോൺ ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ മനുഷ്യ ശരീരത്തിൽ വർക്കൗട്ട് ആകുന്നത് ഈ പ്രഭാതവേളയിലാണ്. അപ്പൊ പോയി ഉറങ്ങണ്ടാന്ന്. സുബഹി കഴിഞ്ഞിട്ട് ഒറ്റ പോയി കിടന്നു.
പറ്റൂല. ആ പ്രഭാതോദയം വരെ പറ്റുമെങ്കിൽ പള്ളിയിലിരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ കുത്തിരുന്നിട്ട് എന്ത് ചെയ്യുക, അദ്കാറുകൾ ചൊല്ലുക, ദുആ ചെയ്യുക. നല്ല മാറ്റം ഉണ്ടാവും. നിങ്ങളിത് പയറ്റിയിട്ട് അടുത്ത ആഴ്ച ഒന്ന് സംസാരിക്കും, അല്ലെ 2-3 മാസം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണണം. നല്ല മാറ്റം. ഇതെന്തങ്ങനെ തല കുത്തി മറിഞ്ഞിട്ട് ഒന്നിനും വർക്കത്തില്ലാത്ത എന്താ? ഇതൊക്കെ തന്നെയാ. ശ്രദ്ധിക്കേണ്ട കോടൊന്നും ഇതിൽ ചേർക്കണില്ല, ശ്രദ്ധിക്കേണ്ട ചേരുവകളൊന്നും ചേർക്കണില്ല. ബിസിനസ് തുടങ്ങി പൊട്ടിപ്പൊളിയാൻ 10 തുടങ്ങി 10 പൊളിഞ്ഞു. അപ്പൊ നാട്ടുകൂടി നെഞ്ചു വിരിച്ച് ഇറക്കാൻ വയ്യ. ഇറക്കാരനാ. എന്താ കാരണം? നബി പറഞ്ഞ മെത്തഡോളജി ഒന്നും സ്വീകരിച്ചില്ല. ഒന്ന് പയറ്റി നോക്കി. എല്ലാ കുത്തുബ കേൾക്കണവരത് കേൾക്കണ്ട, സ്നേഹത്തോടെ പറയാണ്, നല്ലോണം ശ്രദ്ധിച്ചു അല്ലേ. ഇനി മാത്രല്ല, സുബൈ നമസ്കാരത്തിന് ശേഷം ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഈ ഹോർമോൺ മനുഷ്യ ശരീരത്തിൽ വരാനിരിക്കുന്ന സകല രോഗങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയുന്ന മനുഷ്യ മനസ്സുകളെയും തലച്ചോറുകളെയും ഭയങ്കരമായിട്ട് ഉന്മേഷം നൽകുന്ന ഒരു ഹോർമോണാണ്. അത് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ മരിച്ചെടുക്കാൻ പാടില്ല. ഉറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് വേണേ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചേരം മയങ്ങാം. പക്ഷെ ആ സമയം ഉണ്ടല്ലോ, പ്രത്യേക സമയം, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രല്ല, എന്തുകൊണ്ടാണ് 5 നേരത്തെ നിസ്കാരം നമ്മൾ വിരലും കൂടെ ഉണ്ടുമ്പോ ആ 5 നേരത്തെ നിസ്കാരത്തിൽ ഏറ്റവും കൂലിയുള്ള 2 നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നിങ്ങള് ഏറ്റവും കൂലിയുള്ള നിസ്കാരം സുബഹിയാണ്. സുബഹിന്റെ അവിടേക്ക് ഒരു നിസ്കാരം. എന്താ കാരണം? അത് പ്രഭാതത്തിലാണ്. അത് പ്രഭാതത്തിലാണ്. ആ സുബഹിക്ക് ബാങ്ക് കേട്ട് അലാം ക്ലോക്ക് സെറ്റ് ചെയ്യാതെ അല്ലേ, ആ സമയം പോലും കുറച്ച് സമയം ഉറങ്ങി എന്ത് കിട്ടാനാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. മാനസികമായിട്ട് ഉറങ്ങിപ്പോവുകയോ, എന്നും പള്ളിക്ക് പോണ ആളുകൾ ഒരു ദിവസം മുടങ്ങോ ചെയ്യണതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അല്ലെ. വണ്ടിയുണ്ട്, അൽഹംദുലില്ലാ. നിങ്ങൾക്കറിയോ, കാസർഗോഡ് നിങ്ങളുടെ ജില്ലയിൽ നിന്ന് ഒരു പരിപാടി കഴിഞ്ഞ് ഞാൻ ഒരു സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സുഹൃത്ത് കെട്ടിപ്പിടിച്ചിട്ട് പറയണം, ഉസ്താദേ ഇത് കണ്ടങ്ങള് 5 കീമോ കഴിഞ്ഞു, ക്യാൻസറാണ്. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് സമയത്തും ആർക്ക് വരാൻ സാധ്യതയുള്ള സാധനമാണ്. എല്ലാ പ്രഭാവമാണ് അവസാനിച്ചോളും. എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് അതൊക്കെ ഞാൻ വരുന്നുണ്ട്. പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ക്യാൻസർ വരാതിരിക്കാനുള്ള പ്രാർത്ഥന ഉണ്ട്, ക്യാൻസർ വരാതിരിക്കാനുള്ള പ്രാർത്ഥന ഉണ്ട്, സ്ട്രോക്ക് വരാതിരിക്കാനുള്ള പ്രാർത്ഥന ഉണ്ട്. എന്നും മനസ്സാഗ്രഹിച്ചിടത്തേക്ക് ശരീരമെത്തുന്ന ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന പ്രാർത്ഥനയുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഇസ്ലാം ഇടപെടാത്തൊന്നുമില്ല. നമ്മളിതിനെ പഠിച്ചില്ലാന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. എന്താ പറഞ്ഞത്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പഠിപ്പിക്കപ്പെട്ട നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രതിഫലമുള്ള നമസ്കാരം. ആ സഹോദരൻ പറയാണ്, ഉസ്താദേ കീമോ 5 കഴിഞ്ഞു, പ്രത്യേകിച്ച് ഒരിക്കൊരാഗ്രഹമല്ല. ഞാൻ മനുഷ്യനെ കണ്ടിട്ടില്ല, ഈ ജീവിതത്തിലൂടെ കണ്ടിട്ടില്ല. പക്ഷെ അയാളെ കെട്ടിപ്പിടിച്ചിട്ട് പറയണം, കരഞ്ഞിട്ട് പറയണം, ഉസ്താദേ അതാ പള്ളി ഉണ്ടല്ലോ, എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് നടന്നു, അവിടേക്ക് നടന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്തിനെങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. നമുക്ക് എന്തിന്റെ കുഴപ്പമാണ്? 2 വീലർ ഉണ്ട്, സീറ്റ് ഔട്ട് അല്ലെ, കാർ പോർച്ചിന്റെ അവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. 2 3 ഉണ്ട് പേര്, കാറുണ്ട്, പള്ളികളുണ്ട്. ആ അലാം ക്ലോക്ക് സെറ്റ് ചെയ്ത് സുബഹിക്കൊന്ന് പള്ളിയിൽ പോയി നിസ്കരിച്ച് ആ 20ഓളം മിനിറ്റ് പ്രഭാതത്തെ യൂട്ടിലൈസ് ചെയ്ത് തിരിച്ചു പോകുമ്പോ കിട്ടുന്ന സുഖം അറിഞ്ഞിക്കണോ നിങ്ങള്? പല ആളുകൾ അറിയലുണ്ടോ? ലഹറിന് വരുന്നുണ്ട്, അസറിന് വരുന്നുണ്ട്, മാരിബിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മളൊക്കെ ഇതേ തട്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഇശായിനെവിടെ? സുബഹിക്കെവിടെ? അതാണ് ചോദ്യം. നമുക്കറിയോ, മരണം വരെ കരഞ്ഞിട്ടുണ്ട് ഒരു സഹാബി, ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ട്. ആ സഹാബിന്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ കൂടെ 10 കൊല്ലം ജീവിച്ച സഹാബിയാണ് അദ്ദേഹം. അനസ് ബിൻ മാലിക്കിന് സുബൈ ജമാഅത്ത് പോയത് കിടന്നുറങ്ങിയിട്ടല്ല, തലേ ദിവസം ഫുട്ബോൾ മാച്ച് കണ്ടിട്ടല്ല, വേറെ ഏതെങ്കിലും ഭൗതികപരമായ തിരക്കിൽപ്പെട്ടിട്ടല്ല. അദ്ദേഹത്തിന് തുസ്തർ എന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട യുദ്ധം, മാസങ്ങളോളം കൊട്ടവളഞ്ഞ് നടത്തിയിരുന്ന യുദ്ധമാണത്. ആ യുദ്ധത്തിലൊന്നും ആ സമയത്തിലൊന്നും അദ്ദേഹത്തിന്റെ സുബഹിസ്കാരത്തിന്റെ ജമാഅത്ത് പോയില്ല. പക്ഷെ തുസ്തർ യുദ്ധത്തിന്റെ അമീർ, മുസ്ലിമീങ്ങളുടെ നേതാവ് അനസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു അന്ന് വിജയിച്ച് താക്കോൽ വാങ്ങുന്ന സമയം ഒരു പ്രഭാത വേളയായിരുന്നു. അത് വാങ്ങി മസ്ജിദ് നബവിയിലേക്ക് എത്തിയപ്പോഴേക്ക് ജമാഅത്ത് കഴിഞ്ഞിരുന്നു. അതോർത്തും മരണം വരെ കരഞ്ഞിട്ടുണ്ട് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നമ്മളെവിടെയാ? ഈ അനസ് പോകുന്ന സിറാത്ത് പാലത്തും കൂടി തന്നെ നമുക്ക് പോകാനുള്ളത്. ഇന്നും മരിക്കുവേ പറയാൻ പറ്റൂല. കുറെ ഉണ്ടാവുന്നൊരു തോന്നല് നമുക്കുണ്ട്, ഈ ഉണ്ടാക്കിയതൊക്കെ അനുഭവിക്കാൻ ഞാൻ തന്നെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് തോന്നുകയാണ് അല്ലെ. ഒരു നെഞ്ചുവേദന വന്ന് മറിഞ്ഞു വീണാൻ കഴിഞ്ഞു. നാളെ എതിരെ വരുന്ന വാഹനക്കാരൻ അശ്രദ്ധനായ തീർന്നു കൂട്ടരെ, തീർന്നു. 16 വയസ്സുകാരനാണ് അല്ലെ,
മേലെന്ന് താഴത്തേക്ക് വിടുന്നത് ഗേറ്റിന്റെ കമ്പി തുളച്ചട കയറിക്കകത്ത് കൂടി. 16 വയസ്സ് നമ്മളെ വീട്ടിലത്തെ +1 വിദ്യാർത്ഥിന്റെ വയസ്സാണ്. പുനെ എന്ന് പറയുന്ന അറിയപ്പെട്ട നമ്മുടെ ഇന്ത്യയിൽ ഒരു നാട്ടിൽ ഒരു ചെറിയ 2-2.5 വയസ്സായ കുട്ടിയെ കൊന്നു തള്ളിയ വാർത്ത ഇന്നലെ നമ്മൾ കണ്ടു. അങ്ങനെ മരണം പല കോലത്തിലാണ്. അതുകൊണ്ട് ഇത് ഉപയോഗപ്പെടുത്തും. നിങ്ങൾക്കറിയോ, ഒരു ഖബറിനെ ചൂണ്ടിയിട്ട് മുത്തനബി ഒരിക്കൽ പറയണ്ടായി, ഈ മനുഷ്യൻ ഖബറിന് എണീറ്റ് വന്നാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റിയെന്നൊക്കെയാണ്. ഇത്ര ദാരിദ്ര്യം ഉണ്ടാവുന്ന പൈസക്കല്ല, നന്മകൾക്ക്. അതുകൊണ്ട് പ്രഭാതം എന്ന് പറയുന്ന മഹാസമയത്തെ എത്ര പ്രഭാതങ്ങൾ അശ്രദ്ധമായി നമ്മൾ എടുക്കുന്ന പോയി. നിങ്ങൾക്കറിയോ, സുബഹി ജമാഅത്ത് കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കുന്നവൻ ആരാണോ അവനെ കുറിച്ച് റസൂൽ പറഞ്ഞ ദിമ്മത്തില്ല ഫഹുവ ഫീ ദിമ്മത്തില്ല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? സുബഹി ജമാഅത്ത് സഹോദരിമാരെ കൃത്യമായി വീട്ടിൽ നിന്ന് നിങ്ങൾ മുസല്ല വിരിച്ച് നമസ്കരിച്ചാൽ, പുരുഷന്മാരാണെങ്കിൽ നിർബന്ധമായി പള്ളിയിലെത്തി നമസ്കരിച്ചാൽ, ദിമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നിങ്ങള് പരിപൂർണമായ പ്രൊട്ടക്ഷൻ. ആരാ ഏറ്റെടുക്കണ? നിങ്ങള് കുറവുകളുള്ളവരോ കണ്ണ് മറയുന്നവരോ കണ്ണിമ വെട്ടുന്നവരോ അല്ല. പിന്നെയോ അള്ളാഹുവാണ് അത്ര ഒരു സുരക്ഷ ഏറ്റെടുത്തിട്ടുള്ളത്. സുബൈ ജമാഅത്തിന് പള്ളിയിൽ വന്ന് തിരിച്ചുപോയവർക്ക് അള്ളാന്റെ സുരക്ഷ ഉണ്ട്. ഇതൊക്കെ ഓർത്തിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയോ? സുബൈക്ക് ഈമാണ്ടേ പറ്റും നിങ്ങൾക്ക് കൊണ്ടില്ല. രാവിലെ എണീറ്റിട്ട് ജിമ്മിൽ പോയി ഡമ്പല് പൊക്കും, അല്ലെ, കനളതൊക്കെ പൊക്കും, ചവിട്ടിയിട്ടും പിടിച്ചിട്ടൊക്കെ. പക്ഷെ ആ ഈമാൻ എന്റെ പുറപ്പ് മാറ്റാൻ കിട്ടാത്ത എല്ലാം വേണേ, എല്ലാം വേണം. നാളെ ഒരു ബിസിനസ് യാത്രയുണ്ട്, ഫാമിലി ടൂർ ഉണ്ട്. നീക്കൂല 2 മണിക്ക് നമ്മൾ 4 മണിക്ക് പുറപ്പെടണം ബസ്. എന്താ ഒരിക്കൽ നമുക്ക് ഇതില്ലാത്തത്? ആലോചിക്കും. നമുക്ക് ഏതാ വലുത്, പരലോകാണോ ദുനിയാവാണോ? അവിടെയാ ഖുർആൻ പറഞ്ഞത്, മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഒരു മുക്കിൽ അതിലുണ്ടോ? അങ്ങനത്തെ ആൾക്കാരുണ്ടോ? കൂട്ടിക്കോളി, ആലോചിച്ചോളി. മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചില മനുഷ്യന്മാരുണ്ട്. എന്താ പോലെ പ്രത്യേകത? പരലോകം മറന്ന് ഭാരമേറിയ പരലോകം എന്ന് പറഞ്ഞ സഖീല, ദുനിയാവിന് വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാർ അല്ലേ? അതുകൊണ്ട് ആ സുബഹിയുടെ സമയത്തെ കുറിച്ച് പ്രത്യേകം ഖുർആൻ അൽ ഫജ്ർ, ഇമാമ് സുബഹിക്ക് ഓതുന്ന സൂറത്തുകളുണ്ടല്ലോ, ആ ഖുർആനോത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ? ഇന്നൽ ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദ. ഏത് ഖിറാഅത്തിനെ കുറിച്ചോ പറഞ്ഞില്ല. സുബഹിക്ക് നിങ്ങൾ കേൾക്കുന്ന ഖുർആൻ പാരായണം ഉണ്ടല്ലോ, അത് നാളെ പരലോകത്ത് നിങ്ങൾക്ക് സാക്ഷിയായി സ്വർഗത്ത് കൊണ്ടുപോയ ഏർപ്പാടാണ്. സാക്ഷിയായിട്ട് വരുന്നത്. സുബഹി ജമാഅത്തിനൊക്കെ ചില പള്ളിയിൽ നോക്കി കണ്ട താടി നരച്ച മനുഷ്യന്മാര്, കുറെ ഇരുന്ന് നിസ്കരിക്കണ കുറെ ആൾക്കാർ. യുവാക്കൾ എങ്ങളൊക്കെ എവിടെയാണ്? യുവാക്കളോട് ഞാൻ ചോദിക്കുകയാണ്, അല്ലേ? 3:30 മണിക്കും 4:30 മണിക്കും നോക്കൂ നിങ്ങൾ, ഫുട്ബോൾ ലോകത്ത് ലോകകപ്പ് ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ അത് കാണാൻ വേണ്ടി അലാറം സെറ്റ് ചെയ്തില്ലേ? അതൊക്കെ നിങ്ങൾ കാണുന്നതിന് ഞാൻ കുറ്റക്കാരെന്ന് ഞാൻ പറയില്ല. പക്ഷെ ആ ഒരു ആവേശം, അതിന്റെ അപ്പുറം നമുക്ക് ഇതിലും വേണം. എന്താ നമ്മൾ അലാങ്ങളൊക്കെ സുബഹിക്ക് മുഴങ്ങാത്തത്, തഹജ്ജുദിന് മുഴങ്ങാത്തത്? ആലോചിച്ചു നോക്കണം ഓരോ ആളുകളും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒറ്റ കാര്യം കൂടി ഈ ആദ്യത്തെ പാർട്ടിന്റെ അവസാനത്തിൽ സൂചിപ്പിക്കുകയാണ്. ഈ സുബൈസ്കാരുണ്ടല്ലോ, നമ്മൾ ചില വിഷയത്തെ കുറിച്ച് പറയാറുണ്ട്, എന്ത് വീടന്നെ അടിപൊളിയാണ് അല്ലേ, പക്ഷെ അതിനേക്കാൾ ഗംഭീരമാണ് ഗേറ്റെങ്കില്. ആ ഗേറ്റ് കാണുമ്പോൾ നമ്മൾ എന്താ പറയാ? ഗേറ്റ് ഇതാണെങ്കിൽ എന്തായിരിക്കും വീട് എന്നാ പറയാ അല്ലെ? എങ്കിലേ സുബഹി ജമാഅത്തിന്റെ കൂലിയാണ് നേരത്തെ പറഞ്ഞതെങ്കില് സുബഹിയോടനുബന്ധിച്ചുള്ള പ്രഭാതത്തിലെ സുന്നത്തുണ്ട് 2 റക്അത്ത് സുന്നത്താണ്. ചില ആൾക്കാർ വിചാരിച്ചത് സുബഹിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ പറ്റൂല എന്നാണ്. എങ്ങനെയും നമുക്ക് ഒരു തിരക്ക് വിട്ട് എണീക്കാൻ വൈകി നമുക്ക് ആ സുന്നത്ത് കിട്ടിയില്ല. സുബഹി കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ എന്താ അതിന്റെ കൂലി? ആ സുന്നത്തിന്റെ കൂലി എന്താ? ഈ വേൾഡ് മുഴുവൻ നിന്റെ പേരിൽ അങ്ങ് എഴുതി തന്നാൽ നീ എന്ത് വിചാരിക്കും? അത്ര കൂലിയാണ് അത്രേ. സുബഹിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ലോകം മുഴുവൻ കിട്ടുന്ന തുല്യാണ് അല്ലെ? നമുക്കിതൊന്നും പറയാനോ കൂലിന്റെ കാര്യം പറയാനൊക്കെ മനസ്സിൽ കയറൂല. വല്ല പൈസന്റെ വിഷയങ്ങൾ പറഞ്ഞാണ്ടല്ലോ എന്തിനും തയ്യാറാണ്. 1 മണിക്കൂർ ഒരു സദസ്സിൽ ഇരുന്ന് 2 കോടി കിട്ടും പറഞ്ഞാല് നമ്മളൊക്കെ ആളെ കൂട്ടി കണ്ടെയ്നറിൽ ആളെ കൊണ്ടിരിക്കുന്നു. എന്നാ ഖുർആൻ ക്ലാസ്സിൽ വന്നിരുന്നാല് മലക്കള പ്രാർത്ഥന ഉണ്ട്, അനുഗ്രഹം കിട്ടും പറഞ്ഞാലോ ആണ് കേറൂല. പെട്ടെന്ന് മനസ്സിൽ കൂലി പറയുമ്പോ ഒരു ചെറിയൊരു പ്രയാസം, പണത്തെക്കുറിച്ച് പറയുമ്പോ വലിയ കിട്ടലാണ് അല്ലെ? നമ്മളാരെ കുറ്റം പറഞ്ഞതല്ല, നമ്മുടെ പൊതു ധാരണയാണ് ഈ പറഞ്ഞതൊക്കെ. സഹോദരങ്ങളെ, ലോകം മുഴുവൻ കിട്ടുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞു. ഏത്? സുബഹിക്കുമ്പോൾ 2 റക്അത്ത് നിസ്കാരം. ഈ നന്മകളൊക്കെ പ്രഭാതത്തിലെ കുറച്ച് സമയത്ത് ഇങ്ങനെ ടാവട്ടത് വട്ടം കറങ്ങിക്കിടതാണ്. കുറച്ച് സമയമുള്ളത് അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ഈമാൻ ഉപരിയുള്ള റബ്ബ് തരണം. അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ഈ പ്രഭാത സമയത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രഭാതത്തിലെ അദ്കാറുകളുടെ പ്രാധാന്യം. പ്രഭാത സമയത്ത് ഞാൻ എന്റെ ഈ ഇരിക്കുന്ന അധിക മുഖങ്ങളും ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും കാണുന്ന ആളാണ്. അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെയാണ് ഞാൻ എത്ര ഗൗരവത്തിൽ പറഞ്ഞാലും ഞാൻ അത് ഉദ്ദേശിക്കണം. എത്ര ആളുകൾ ഇന്ന് പ്രഭാതത്തിൽ അദ്കാർ ചൊല്ലിയിട്ടുണ്ട്. നമുക്കിന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട് അല്ലെ. ഈ പ്രഭാതത്തിൽ അദ്കാർ ഹിസ്നുൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു പുസ്തകം, മുസ്ലിമിന്റെ സുരക്ഷാ കവചം എന്നതിന്റെ അർത്ഥം അല്ലെ. ആ പുസ്തകം ചെറിയ പുസ്തകമാക്കിയിട്ട് പോക്കറ്റിലൊക്കെ ഇടാൻ പറ്റുന്ന കോലത്തിലുണ്ട്. ഇനി അതൊക്കെ ഇടങ്ങേറാണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതൊക്കെ കൊണ്ടെടുക്കാൻ പ്രയാസമാണെങ്കിൽ ഫോണിൽ അതിന്റെ ആപ്പുകളുണ്ട് അല്ലെ. നമ്മുടെ ഫോണുകളിൽ നമുക്കൊക്കെ കയറ്റാൻ പറ്റിയ നല്ലൊരു ആപ്പ് ഞാൻ പറഞ്ഞില്ല, ജമീൽ എന്ന് പറയുന്ന ഒരു ആപ്പ്. അത് നിങ്ങൾ വെറുതെ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ടൊന്ന് ആപ്പ് സ്റ്റോറിലൊക്കെ ചെന്നിട്ടൊന്ന് അടിച്ചു നോക്കി കിട്ടുക അല്ലെ. 2-3 കളറിലൊരു ചതുരത്തിലുള്ള ഒരു ആപ്പാണ്. അതൊരു ലൈബ്രറിയാണ്. അത് നിങ്ങൾ തുറക്കണോടുകൂടി അതിന്റെ താഴെ ഇങ്ങനെ കുറെ അടയാളങ്ങൾ കാണാം. അതിൽ 2 കൈയും പിടിക്കേണ്ട അടയാളങ്ങൾ. അതിൽ ക്ലിക്ക് ചെയ്യാലേ നിങ്ങൾക്ക് നിങ്ങളെ ദുനിയാവിൽ ചൊല്ലേണ്ട എല്ലാ പ്രാർത്ഥനയിലും കിട്ടും. അതിൽ ഫസ്റ്റ് തന്നെ പ്രഭാതത്തിലെ പ്രാർത്ഥനകളാണ്. ഒരു 18 ഉണ്ടാവും. ഒരു 10-15 മിനിറ്റ് കൂട്ടിക്കൊങ്ങൾ. ഈ 15 മിനിറ്റ് അതിന്റെ മുമ്പിൽ സ്പെൻഡ് ചെയ്താലേ നമ്മുടെ ജീവിതത്തിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾ ഉണ്ടാവും. ഞാനതാ പറഞ്ഞ ക്യാൻസർ വരല്ലേ എന്ന പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല, അത് ഇതിലാണ്. ആദ്യമായി നമ്മൾ 3 വട്ടം ചൊല്ലുന്ന പ്രാർത്ഥന ഏതാ? ആ അദ്കാറിൽ ആദ്യമായി 3 വട്ടം ചൊല്ലുന്ന പ്രാർത്ഥന ഏതാ? അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി എന്നാണ്. അതിന്റെ അർത്ഥം എന്താ അറിയോ? ക്യാൻസർ തരല്ലേ തന്നെയാണ്, സ്ട്രോക്ക് തരല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട പള്ളിയിൽ വരുന്ന സഹോദരന്റെ മകന് ദുബായിലായിരുന്നു, കുറച്ച് പ്രയാസത്തിലായി, ഹോസ്പിറ്റലിൽ ദിവസങ്ങളോളം കിടന്ന് നാട്ടിക്ക് വന്നു. കുറച്ച് കിടന്നപ്പോ സ്ട്രോക്ക് പോയി, ഇടതുഭാഗം തളർന്ന് ഹോസ്പിറ്റലിലാണ്. അല്ലാത്തൊരവസ്ഥയിലാണ്. പ്രത്യേക ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രായത്തിലേറെ 20-25 ഉള്ളിലാണ്. എന്താ പ്രായം? അള്ളാഹു ആ സഹോദരന്റെ പരിപൂർണമായ ശുഭ നൽകുമാറാകട്ടെ. പ്രത്യേകം ദുആ ചെയ്യാൻ എന്നോട് ഏൽപ്പിച്ചത് കൊണ്ട് ദുആ ചെയ്തതാണ് അല്ലെ. ഇതൊക്കെ ഇതൊക്കെ കൂടി വരികയാണ്. ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ, ഭക്ഷണ ക്രമീകരണങ്ങളും നമ്മുടെ ഉറക്കത്തിന്റെ പ്രശ്നങ്ങളും ടെൻഷനുകളൊക്കെ മനുഷ്യരെ കൂടുതൽ രോഗികളൊക്കെ. ഈ രോഗങ്ങളിലൊക്കെ ഇടയിലെ നമ്മളൊക്കെ ഇങ്ങനെ നടക്കണില്ലേ? ഒരുപക്ഷെ നിങ്ങളെ വീട്ടിലുണ്ടാവും മരുന്ന് മണക്കണ കട്ടിൽ കിടക്കണ ആൾക്കാർ, എന്നും ഗുളി കൊടുക്കണ മനുഷ്യന്മാർ കൂട്ടുന്നില്ലേ? ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്ന ആളുകളില്ലേ? എന്നാലിങ്ങനെ പോണമെന്ന് പറയണില്ലേ? സഹോദരങ്ങളെ, ഒന്നുമില്ലാതിരിക്കാനുള്ള പ്രാർത്ഥന. നമ്മുടെ ദീനും നമ്മുടെ ദുനിയാവും നമ്മുടെ കുടുംബവും നമ്മുടെ ജോലിയും നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്ന എന്തൊക്കെ മേഖലകളുണ്ടോ അതൊക്കെ ചോദിക്കുന്ന 18ഓളം ദുആകൾ. അല്ലാഹു അക്ബർ. ഇതൊഴിവാക്കുന്ന നീ എങ്ങനെ മുഅ്മിനാവും? നമുക്ക് എങ്ങനെ ഉസ്താദ് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞൊരു സംവിധാനങ്ങൾ ഉപയോഗിക്കും. അദ്കാറുകളുണ്ട് ഒരുപാട്, കുറെ അദ്കാറുണ്ട്. ഇല്ലാത്ത കുറെ അദ്കാറുകൾ പഠിപ്പിക്കണ കുറെ ആപ്പുകളുണ്ട്. അതും കയറ്റി ഇടങ്ങാറാണ്ട് വിചാരിച്ചിട്ടാണ് ഞാൻ ജമീൽ എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ച് പ്രത്യേകം നമ്മുടെ പണ്ഡിതന്മാർ അതിലേറ്റവും നമുക്ക് ചൊല്ലാൻ എളുപ്പമുള്ള പ്രാർത്ഥനകൾ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, അദ്കാറുസ് സ്വബാഹി വൽ മസാ ബിമൻസിലിഹി ദർഇ കുല്ലമാ സാദ സുംകുഹു ലം യതഅഫർ സ്വാഹിബുഹു എന്ന. സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞത്? പ്രഭാത പ്രദോഷ ദിക്റുകൾ ഒരു അങ്കിയാണ്, അതൊരു പരിചയാണ്. അതിന്റെ കനം കൂടുന്തോറും അത് ധരിച്ചവന്റെ ഒരു അപകടവും അന്നത്തെ ദിവസം ഏൽക്കുകയില്ല എന്ന. അങ്കിയാണ്, ഒരു പരിചയമാണ്. എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചെല്ലുന്നോ, എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ, അതിനനുസരിച്ച് നമുക്ക് സുരക്ഷ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ പറഞ്ഞ ആയത്താണ് ഞാൻ ആദ്യം ഓതിയത്. ദിക്റുകളെ കുറിച്ച് പറഞ്ഞോടത്തൊക്കെ എന്താ പറഞ്ഞു? ചില ആളുകൾ വിചാരിച്ചത് അല്ലെ സലഫികൾക്ക് ദിക്റില്ലാതെ, നമ്മക്കേ ദിക്റുള്ളൂ. ദിക്ർ എന്ന് പറഞ്ഞാൽ അത് നബി പഠിപ്പിച്ച ഒരു ദിക്റും ഒരു സമയത്തും ഒഴിവാക്കരുന്ന് പഠിപ്പിക്കേണ്ട ആൾക്കാരാണ്. രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങാൻ പോകുന്നത് വരെ എത്രയെത്ര പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ ദിക്റാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ കൽബിന്റെ ദിക്റുണ്ട്, നാവിന്റെ ദിക്റുണ്ട്, ശരീരത്തിന്റെ ദിക്റുണ്ട്. ശരീരത്തിന്റെ ദിക്ർ പറഞ്ഞാലേ ബോഡി കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാ, ഇബാദത്തുകളാ. ഫോർ എക്സാമ്പിൾ നിസ്കാരം ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്ത്. മനസ്സുകൊണ്ട് ചെയ്യുന്ന ദിക്ർ എന്താ അറിയോ? അള്ളാനെ ഓർക്കുക, പ്രപഞ്ചമൊക്കെ കണ്ട് റബ്ബിനെ ചിന്തിക്കുക, നരകത്തെക്കുറിച്ച് ഓർക്കുക, കരയുക. നാവിന്റെ ദിക്ർ എന്താ അറിയോ? ഈ രാവിലെ ചൊല്ലുന്ന അദ്കാർ കയ്യിൽ പെടും, സുബ്ഹാനല്ലാഹ് പെടും, അൽഹംദുലില്ലാഹ് കയ്യിൽ പെടും.
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ നിധിയാണ്, ട്രഷറാണെന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. എത്ര വലിയ കൂലിയുള്ള ദിക്റാണ്. എന്താ നമുക്ക് തോന്നുന്നു നമ്മുടെ നാവിൽ വരാത്തത്? ഖുർആൻ പറഞ്ഞത് ദിക്ർ ചെല്ലണമെന്നല്ല, ദിക്ർ ചെല്ലണമെന്നല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, ധാരാളം അല്ലാഹു ഓർക്കുക. എങ്ങനെ അത്ര ധാരാളം അല്ലാഹു ഓർക്കുക? അത് പണ്ഡിതന്മാര് പറഞ്ഞെന്താ അറിയോ? ഒരായത്ത് ഓതി, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഏത് സൂറത്തിലെ നമുക്കൊക്കെ അറിയാം. ആൽ ഇംറാൻ സൂറത്തിലെ അവസാനത്തെ ആയത്തുകളാണ്. അതിലെന്താ പറഞ്ഞേ? ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹനെ ഓർക്കുക. അതാണത്രേ ദിക്റൻ കസീറ എന്ന് പറഞ്ഞ അർത്ഥം. നിൽക്കുമ്പോ ചൊല്ലേണ്ട പ്രാർത്ഥന, ഇരിക്കുമ്പോണ്ട്, കിടക്കുമ്പോണ്ട്, അല്ലെ? അവസാനമായിട്ട് ബെഡ് പോകുമ്പോ ചെയ്യുന്ന പ്രാർത്ഥന ഏതാ? ആൾക്കറിയും. നമുക്കറിയേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്, അല്ലെ? ഒരു ചെറിയ 1.5 വരിയുള്ള ഒരു ദുആ. അതിന്റെ അപ്പുറത്ത് ഏറ്റവും എഫക്ട് കിട്ടുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, അല്ലെ? നമ്മള് 3-4 കൊല്ലം മുമ്പിട്ട് കുപ്പായാണ് ഒപ്പലിട്ട് കിടക്കുന്നത്. 5 കൊല്ലം മുമ്പുണ്ടായ ഫോണാണ് ഒപ്പമുള്ളത്. 6 കൊല്ലം മുമ്പുണ്ടായിരുന്ന വാച്ചാണ് ഒപ്പം കയ്യുമുള്ളത്. 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന വണ്ടിയാണ് ഒപ്പമുള്ളത്. അല്ല, ദുനിയാവിൻ്റെതൊക്കെ നമ്മൾ അപ്ഡേഷൻ നടത്തുന്നുണ്ട്, അല്ലെ? എന്നാലേ രാത്രി കിടക്കുമ്പോ പഠിപ്പിക്കപ്പെട്ട ഒരുപാട് ദുആകളിൽ ഏറ്റവും എഫക്റ്റ് ഉള്ളത് ഒന്നുമ്പോ തന്നെ കൂടണ്ടെന്നാ പൈ പറഞ്ഞത്. ഏറ്റവും എഫക്റ്റ് ഉള്ള ദുആ ഏതാരങ്ങള്? അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹിയ ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഹ്തു ളുഹ്രി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. മുത്തുനബി പറയാണ്, ഇത് ചൊല്ലിയിട്ട് മിണ്ടാതെ കിടന്നോളണം. മിണ്ടി അതിന്റെ എഫക്റ്റ് പോയില്ല. ഇത് ചൊല്ലിയിട്ട് പിന്നെ ഭാര്യയോട് ഇങ്ങനെ കുസുകുസു പറയാൻ നിൽക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് ചൊല്ലിയാൽ മതി. മനസ്സിലായോ? ഞാൻ അഥവാ അത് ചൊല്ലിയിട്ട് വർത്തമാനം പറഞ്ഞ ആദ്യത്തെ ചൊല്ലിയാൽ മതി. ഇത് ചൊല്ലിക്കിടന്നുള്ള കൂലി എന്താ പറയുക? ഞാൻ നേരം വെളുക്കണിന് മുമ്പ് മരിക്കണം. നേരത്തെ കുറച്ച് കണക്ക് പറഞ്ഞില്ലേ? ആ കൂട്ടത്ത് പെടുകയാണോ? സ്വർഗാവകാശിയായിട്ട് മരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഈ പ്രധാനപ്പെട്ട വിഷയത്തിൽ സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. മാത്രമല്ല, നമ്മുടെ കഴിക്കുന്ന അന്നണ്ടല്ലോ, ഈ റിസ്കിനെ നിർണ്ണയിക്കുന്ന സമയം എത്ര പ്രഭാതം. അതുകൊണ്ടാണ് സലഫിൽപ്പെട്ട ഒരാളുടെ മകൻ നിസ്കാരം കഴിഞ്ഞ ഉടനെ പോയി കിടന്നപ്പോ അദ്ദേഹം തട്ടി വിളിച്ചിട്ട് പറയും, മോനെ, അന്റിന്റെയൊക്കെ റിസ്ക് നിശ്ചയിക്കുന്ന സമയമാണ് ഇപ്പൊ ഉറങ്ങരുത്, നീക്കുന്ന പറഞ്ഞു. നമ്മള് ഇന്നിറക്കണ ഭക്ഷണം ഉണ്ടല്ലോ, ഈ റിസ്ക് നമുക്ക് വിശാലമായി കിട്ടാൻ അള്ളാഹ് വീതിച്ചു കൊടുക്കുന്ന സമയമാണെന്ന്. പ്രഭാതത്തിന്റെ സമയം അത് നമ്മൾ ഉപയോഗപ്പെടുത്താം. യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എല്ലാ രംഗത്തും സജീവമാകുന്നത് പോലെ നമ്മുടെ പള്ളികളിൽ നമ്മൾ ഉണ്ടാകണം, ദഅവാരംഗങ്ങളിൽ നമ്മൾ ഉണ്ടാകണം, ആതുര ശുശ്രൂഷ രംഗങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. സ്പോർട്സ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം. അതൊന്നും ലഹരിയായിട്ട് പിടുത്തം വിടാതിരുന്നാൽ മതി. ഫുട്ബോൾ നിങ്ങൾ കളിച്ചോളി, അതിന്റെ കളികളൊക്കെ നിങ്ങൾ കണ്ടോളി. അതൊന്നും ഇവിടെ കുറ്റക്കാരനാണെന്ന് പറയാൻ പൊതുവെ ഞാൻ ആളല്ല, അതൊരിക്കലും പണ്ഡിതന്മാർ നിരാകരിച്ചിട്ടുമില്ല. പക്ഷേ അത് ലഹരിയായി തലക്ക് പിടിച്ചിട്ട് പിടുത്തപ്പെടുന്ന അവസ്ഥ ആകാതിരുന്നാൽ മതി. അതോടൊപ്പം വേണം സുബഹിക്കൊക്കെ നമ്മളെ പള്ളി കാണണം. നമ്മളവിടെ ഏറ്റവും കൂടുതൽ നമുക്കറിയോ, പണ്ഡിതന്മാര് പറയാണ്, സുബഹിക്ക് പള്ളി ജുമഅക്ക് നിറയുന്നത് പോലെ നിറയുന്ന ഒരവസ്ഥ മുസ്ലിം പള്ളികളിൽ വന്നാൽ ഒരു ലോക മുസ്ലിം ശത്രുക്കൾക്കും മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. എന്താ പറഞ്ഞത്? ജുമഅക്ക് പള്ളി നിറയുന്നത് പോലെ. നമ്മളിപ്പോ ളുഹറും അസ്റും മഗ്‌രിബൊക്കെ എവിടെയെങ്കിലും ആയിരിക്കും. സുബഹിക്ക് പെരയിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? എണീറ്റ് പള്ളിയിൽ വരണം. നമുക്ക് അൽഹംദുലില്ലാഹ് സലഫിയത്തിന്റെ പള്ളികളൊക്കെ ഒരുപാടുണ്ട്. അതിനെ തന്നെ തേടി പിടിച്ച് നമ്മൾ എന്ത് ചെയ്യാം? എത്തിപ്പെടാൻ. ഒരു 10 കിലോമീറ്ററിനുള്ളിൽ എനിക്ക് പള്ളി ഉണ്ടോ? കാരണം അവിടെ അത്ര നല്ല അഭിപ്രായക്കാരനാണ്. ആ യാത്രക്ക് കൂലിയുണ്ട്. അള്ളാഹു നമുക്ക് സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്.
നാളെ പരലോകത്ത് ഖേദിക്കുന്നവരിൽ ഉൾപ്പെടാൻ ഒരിക്കലും അവസ്ഥാവിശേഷം ഉണ്ടാകാതിരിക്കാൻ റബ്ബ് നമ്മയെല്ലാം തുറക്കുമാറാകട്ടെ. ഈ പറയപ്പെട്ട നന്മകളെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ ഉപരിയുള്ള റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ രോഗികളാണ്, ശാരീരിക വിഷമതകൾ അനുഭവിക്കുന്നവരാണ്, ഹോസ്പിറ്റലുകളിൽ നിന്ന് ഹോസ്പിറ്റലുകളിലേക്ക് ഓടുന്നവരാണ്, മരുന്ന് മുടക്കുന്ന കട്ടിലുകളിൽ കിടക്കുന്നവരാണ്. അല്ലാഹു നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് പരിപൂർണമായ ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അതുപോലെയുള്ള കടബാധ്യതകളിൽ നിന്നുമൊക്കെ അല്ലാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഇടകളിൽ നിന്നും